അപ്പോൾ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്യുമ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചത് ഇതൊരു ടെററിസം അവസാനിക്കും അവിടെ നിന്നാണ്. അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ തുടർന്ന് 2019, 20, 21 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെറർ ഇൻസിഡൻസ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് കൂടുതൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലിലൂടെ ടെററിസം ഒതുക്കാൻ പോവുകയാണ് മോദി സർക്കാർ എന്നാണ് പ്രതീക്ഷിച്ചത്. സ്വാഭാവികം കുറവായിരുന്നു. സിവിലിയൻ ഡെത്താണെങ്കിലും ഈ പുൽവാമയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളും വളരെ കുറവാണ്, എണ്ണത്തിൽ കുറവാണ്, വളരെ കുറവെന്നല്ല എണ്ണത്തിൽ കുറവാണ് 2018 അപേക്ഷിച്ച്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ഈ വർഷം ഇപ്പോൾ ഈ ഒരു അറ്റാക്കിലൂടെ 28 പേരെയാണ് കൊന്നത്. അത് സിവിലിയൻസാണ്. 28 പേർ. അപ്പോൾ സുരക്ഷാ സൈനികരെയല്ല ആക്രമിക്കുന്നത്, ഇത് സിവിലിയൻസിനെയാണ് ആക്രമിക്കുന്നത്. സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ കശ്മീരികളെയുമല്ല, പുറത്തു നിന്ന് അവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 370 ശേഷം ടെററിസം അവസാനിക്കുന്നു എന്ന മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം ശരിയല്ല. അപ്പോൾ കഴിഞ്ഞ 2024 ജൂലൈയിൽ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ടെററിസം അവസാനിപ്പിക്കാൻ. അതിൻ്റെ കണക്കുകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കണക്ക് പ്രകാരം ശരിയാണ്, ആക്രമണങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്, കൂടുതൽ ഭീകരരെ കൊന്നിട്ടുണ്ട്, കൂടുതൽ പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെറർ അറ്റാക്സിൻ്റെ എണ്ണവും കുറവാണ്. പക്ഷേ ഇത് ഈ 2025 വരുമ്പോൾ എണ്ണം കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം, ഇതിനു മുമ്പ് കശ്മീരിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ ഭീകരപ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സംഘടനകൾ ജെയ്ഷെ മുഹമ്മദും അതുപോലെ ലഷ്കർ എ തൊയ്ബുമാണ്. ഇപ്പോൾ ലഷ്കർ എ തൊയ്ബയെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചു, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് മേൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ഇന്ത്യയും അമേരിക്കയും ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അതിനനുസരിച്ച് പാകിസ്ഥാൻ ഇതിൽ നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ടെററിസ്റ്റ് ലീഡേഴ്സിനെ അവിടെ അറസ്റ്റ് ചെയ്തിരുന്നതിനപ്പുറം ഫലപ്രദമായൊരു നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും അവിടെ ടെറർ ഓർഗനൈസേഷൻ സജീവമാണ്. ഈവൻ ലഷ്കർ എ തൊയ്ബ പോലും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, കശ്മീർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ലഷ്കർ എ തൊയ്ബയുടെ ഒരു പ്രോക്സിയാണ് ഈ പറയുന്ന റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന. അത് രൂപീകരിച്ചത് 2019 ശേഷമാണ്. 2019 ആർട്ടിക്കിൾ 370 റിവോക്കിന് ശേഷം അതിനെതിരെ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അവർ പല ഘട്ടങ്ങളിൽ ഭീകരപ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അത് സെക്യൂരിറ്റി പേഴ്സൺസിനെതിരെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 370 റിവോക്കേഷൻ യഥാർത്ഥത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പുതിയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ആർട്ടിക്കിൾ 370 റിവോക്കേഷൻ തന്നെ ഈ പറയുന്ന സെപ്പറേറ്റിസത്തിനും ടെററിസത്തിനുമുള്ള പ്രൊപ്പഗൻഡയ്ക്കുള്ള കാരണമായി അവർ അതിനെ മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ആ നടപടി ടെററിസം കുറച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, സിഗേഷ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ശ്രീനഗറിൽ തന്നെ ഒരു സുരക്ഷാ റിവ്യൂ യോഗം നടന്നിരുന്നു. ആ സുരക്ഷാ റിവ്യൂ യോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു. ആ റിവ്യൂ യോഗത്തിൽ നിന്ന് ഉമർ അബ്ദുള്ളയെ മാറ്റി നിർത്തിയത്, അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ലാത്തൊരു കാര്യമായി ജമ്മു കാശ്മീരിലെ ആഭ്യന്തരം മാറുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് യോഗം നടന്നത്. അപ്പോൾ പൂർണ്ണമായും, അതായത് ആർട്ടിക്കിൾ 370 റിവോക്കേഷന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അവിടുത്തെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മുമ്പുണ്ടായിരുന്നതുപോലുള്ള തടസ്സങ്ങൾ, അതായത് ഒരു സ്റ്റേറ്റ് സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ കൺകറൻസ് എന്നുള്ളൊരു തടസ്സം പോലും ഇല്ലാതെ ആവശ്യാനുസരണം സേനയെ വിനിയോഗിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ടെററിസം തടയാനുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ അവിടെ കഴിയും. ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എന്നിരിക്കെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണം, അതും സൈനികരുടെ നേരെയല്ല, ടൂറിസ്റ്റുകളായ സിവിലിയൻസിൻ്റെ നേരെ നടന്ന ആക്രമണം, ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ആണെന്ന് പറയേണ്ടി വരും. കാരണം കശ്മീരിൽ ടൂറിസം ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2019 ശേഷം. അങ്ങനെ ടൂറിസത്തിലൂടെ, എക്കണോമിക് ഗ്രോത്തിലൂടെ കശ്മീരികളെ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാഗ്ദാനം. അതൊരു പരിധി വരെ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ 80-കളുണ്ടായിരുന്ന അത്ര വിഘടനവാദത്തോടുള്ള സെൻറ്റിമെൻറ്റ്സ് കശ്മീരികൾക്ക് ഇപ്പോഴില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ പഠിച്ച ഒരു കാര്യം, ഇതിലെ ഒരു മൂന്നാമത്തെ പ്ലെയറായിട്ടുള്ള പാകിസ്ഥാൻ, ഇപ്പോൾ ഇന്ത്യയും കാശ്മീരും തമ്മിലുള്ള പ്രശ്നമല്ല ഇത്, പാകിസ്ഥാൻ കൂടി ഇതിൽ റോളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പാകിസ്ഥാൻ്റെ പിന്തുണയോടെ കശ്മീരിൽ നടക്കുന്ന ടെറർ ഓപ്പറേഷൻസ്, അത് യഥാർത്ഥത്തിൽ കശ്മീരികളുടെ ജീവിതത്തെ ദുരിതമയമാക്കുകയാണെന്ന തിരിച്ചറിവ് കശ്മീരികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യ സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോടുണ്ടായിരുന്ന അതൃപ്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം, അത് അവർ ജനാധിപത്യപരമായ മാർഗ്ഗങ്ങളിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ പിന്തുണയോട് നടത്തുന്ന ഭീകരപ്രവർത്തനം, അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ തങ്ങൾക്കുള്ള രാഷ്ട്രീയ പ്രതിഷേധം മാറരുതെന്ന ബോധം കശ്മീരികൾക്കുണ്ടാവുകയാണ്. ക്ഷമിക്കണം.
അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായ അവസ്ഥ നോക്കുക. അവർ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു, വോട്ട് പെർസെൻറ്റേജ് കൂടുന്നു. സാധാരണ നിലയിൽ വോട്ട് പെർസെൻറ്റേജ് പറഞ്ഞാൽ ശ്രീനഗർ മേഖലയിലും വാലിയിലും കശ്മീർ വാലിയിലും എല്ലാം ധാരാളം പേർ വോട്ട് ചെയ്യാനെത്തുന്നു. അപ്പോൾ അത് അവർ വീണ്ടും ജനാധിപത്യ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരികയാണ്. ജനാധിപത്യ മാർഗ്ഗങ്ങളിലൂടെ തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിസമ്മതങ്ങളെ പ്രകടിപ്പിക്കാൻ ഇപ്പോൾ ആർട്ടിക്കിൾ 370-ക്കെതിരെ ഉള്ള വോട്ടിംഗായി തന്നെ ജമ്മു കശ്മീരിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നമുക്ക് കാണാൻ കഴിയും. കാരണം BJPക്ക് കൊടുക്കുന്നതിന് മറുപടിയായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികൾക്ക് അവിടെ കൂടുതൽ ജനപിന്തുണ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ തങ്ങൾക്കുള്ള റിസെൻമെൻറ്റ് പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അവിചാരിതമായി അപ്രതീക്ഷിതമായി സിവിലിയൻസിന് നേരെയുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് കശ്മീർ വാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വേറൊരർത്ഥത്തിൽ പോസിറ്റീവാണ്. അവരെന്താണ് പറയുന്നത്? ഇത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു, ദൗർഭാഗ്യവശാൽ നിങ്ങളായിപ്പോയി എന്ന് ടൂറിസ്റ്റോട് അവർ പറയുകയാണ്. രണ്ട് കാരണമുണ്ട് അതിന്. കാരണം ഈ സിവിലിയൻസിനെ കൊല്ലുന്ന കാര്യത്തിൽ ടെററിസ്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല, ഒന്ന്. രണ്ട്, ഈ ടൂറിസം സെക്ടറിനെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ വിക്റ്റിമായി മാറുന്ന അവിടുത്തെ സാധാരണ കശ്മീരികളാണെന്നുള്ള ബോധം കൂടി അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർ ഹർത്താൽ പ്രഖ്യാപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ശ്രീനഗറിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരായാലും അവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രഖ്യാപനം മാത്രം പോരാ. കാരണം പുൽവാമ ആക്രമണത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഇന്ന് രാജ്യത്ത് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മറ്റാരുമല്ല, BJP അപ്പോയിൻ്റ് ചെയ്ത അവിടുത്തെ ഗവർണർ തന്നെയാണ് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ. അതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരം നിഴൽ നാടകങ്ങൾ ഇതിലുമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്? ഈ ആക്രമണത്തിലൂടെ യഥാർത്ഥത്തിൽ ആര് എന്താണ് ലക്ഷ്യം വെച്ചത്? തീർച്ചയായിട്ടും അവർ ലക്ഷ്യം വയ്ക്കുന്നത് കശ്മീരികളുടെ ഗുണമല്ല, കശ്മീരികളുടെ മോചനമോ അല്ലെങ്കിൽ കാശ്മീരികളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ കാശ്മീരികളുടെ മനുഷ്യാവകാശമോ ഒന്നുമല്ല ഈ ടെറർ അറ്റാക്കിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നഗ്ന യാഥാർത്ഥ്യമാണ്. കാരണം സെപ്പറേറ്റിസമാണ്, വിഘടനവാദമാണ് ഈ ആക്രമണത്തിന് പിന്നിലെങ്കിൽ അവർ ആക്രമിക്കേണ്ടത് സൈന്യത്തെയാണ്. അവർ സൈന്യത്തെയല്ല ആക്രമിച്ചത്. കശ്മീരികളുടെ ഏതെങ്കിലും കോസിന് വേണ്ടിയിട്ടാണ് ഈ ആക്രമണമെങ്കിൽ അവർ സൈന്യത്തെ ആക്രമിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. സൈന്യവുമായി ഏറ്റുമുട്ടലാണ്, ഭീകരർ ഏറ്റുമുട്ടി നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഇത് ബോധപൂർവം കശ്മീരികളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള കശ്മീരികൾക്കെതിരായ ഒരു ആക്രമണമായി തന്നെ നമ്മളിതിനെ കാണണം. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ വിക്ടിം എന്ന് പറയുന്നത് കശ്മീരിലെ ജനങ്ങൾ തന്നെയാണ്. രണ്ട്, ഇത് രാജ്യം മുഴുവൻ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണൽ ഡിവൈഡുണ്ട്. ആ കമ്മ്യൂണൽ ഡിവൈഡ് കൂടി ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അതിനുശേഷം പുറത്തുവന്ന ആ വാർത്തകളിൽ പലതും എക്സാജറേറ്റ് ചെയ്ത ക്ലെയിംസ് ആണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ടോൺ, അതിൻ്റെ ഒരു ആംഗിൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വീണ്ടും കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇത് എങ്ങനെ ഗുണം ചെയ്യുമോ, അതാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് ചെയ്തത് ആരാണെങ്കിലും മുഖം നോക്കാതെ മറുപടി കൊടുക്കേണ്ട സമയമാണ്. അത് ഇനി പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ മാത്രം പോരാ, അത് നടപടി ഉണ്ടാവണം, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.